ഞാനിത് വരുമ്പോൾ തന്നെ ചായ അല്ല കേട്ടോ കാച്ചുന്നത് ലൈം ഉണ്ടാക്കാമെന്ന് കരുതിയാണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായക്കിൽ വെള്ളം എടുക്കണം എന്താണെന്ന് വെച്ചാൽ ഉപ്പാക്കും താത്താക്കും ഐസനും ചായ വേണ്ടി വരും. അപ്പോൾ പിന്നെ തുള്ളി മാത്രം എടുത്താണ്ട് ചായക്കിൽ വെള്ളം വെക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയ നാരങ്ങ മുറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ലൈമായിട്ട് അടിക്കാമെന്ന് കരുതി. അവൾ കുഴങ്ങി വരികയാവുമല്ലോ. 3:30 വെള്ളം വിട്ടാൽ 4:30 ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. ആ ടൈം വരെ അവിടെ വെയിലത്ത് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ കുഴങ്ങിക്കൊണ്ട് വരുമ്പോൾ തണുത്തിന് കാരണം നമുക്ക് ആരും പൂതി ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലൈം അടിക്കാതെ എഴുതിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ദോശമാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് ദോശയൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അസർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാണ്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടി ഞാൻ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശ ചുട്ടെടുക്കട്ടെ കേട്ടോ. ഓൾക്ക് പിന്നെ വലിയ വലിയ ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതേമാതിരി കുഞ്ഞു കുഞ്ഞു ദോശ കളറിലൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ചേർത്തുകൊണ്ട് അങ്ങനെ സ്കൂളൊക്കെ ടിഫിനൊക്കെ കൊടുത്തേക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ദോശ ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ ഇന്ന് ബീട്രൂട്ടൊന്നും ഇല്ല, ഉണ്ടായിരുന്നതിന് ഉപ്പേരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് ചിക്കൻ കറി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിക്കൻ കറിയും കുട്ടി കഴിച്ചോളും വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ ചായക്കിൽ വെള്ളം തിളച്ചപ്പോൾ പിന്നെ വേഗം പൊടിയിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഓള് വരാനായപ്പോൾ തന്നെ ഞാൻ ലൈം എടുക്കാൻ നിന്നു കേട്ടോ. പിന്നെ വെള്ളം ഇപ്പോൾ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മുമ്പായിട്ടുള്ള വെച്ചിട്ട്, അപ്പോൾ കട്ടായിട്ടൊന്നുമില്ല, കുറഞ്ഞൊരു തണുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചിട്ട് പിന്നെ അതിൽ വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നാരങ്ങ ചെറിയൊരു മുറിനുള്ളതുണ്ടായിരുന്നു, നടു മുറിച്ചാണ്ട് അങ്ങനെ തന്നെ ഇട്ട് പോലെ 2-3 ഏലക്കായി ഇട്ടെടുത്താണ്ട് പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തോന്ന് അരിച്ചുകാണ്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഓള് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്.